ആലോചിച്ചത്. കാരണം അനു ആര്യനും തമ്മിൽ ഇഷ്ടമാണ് എടി, അവൻ എന്നെ നോക്കുന്നടി. മുമ്പ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പോലും എനിക്കെപ്പോഴും സെന്ററിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നടുക്കിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അനു വന്നിരുന്നു. ഓക്കെ, അനു ബ്ലൂ കളറിലെ ഡ്രസ്സാണെന്ന് ഇട്ടത്. ആര്യൻ ആ ബ്ലൂ ഇട്ട് തന്നെ എന്റെ അടുത്ത് വന്നിരിക്കാൻ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ രണ്ടുപേരും അടുത്താണ് ഇരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ കളിയാക്കുന്നുണ്ട്. ഈ RJ ബിൻസിക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണയും അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനായിട്ട് തോന്നുന്നത്. എന്തിനാണ് ഇങ്ങനെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് മെഴുകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അപ്പാനിയുമായുടെ കാര്യം, RJ ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം അനുമോള് ചോദിച്ചു. സത്യമാണ്, അത് അനുമോള് മാത്രമല്ല പുറത്തുള്ള പ്രേക്ഷകരൊക്കെ ചോദിച്ച ചോദ്യം തന്നെയാണ് അനുമോൾ അതിനുള്ളിൽ ചോദിച്ചത്. അത് അതിനുള്ളിൽ അനുമോള് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും പറഞ്ഞ കാര്യമാണെന്നും നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് ഇന്റർവ്യൂകളിൽ വന്നിരുന്നിട്ട് പറയുന്നത്. ഇപ്പൊ അനുവിനെ ചേർത്തിട്ട് ആ വീട്ടിലുള്ള ഒട്ടുമിക്ക ആണുങ്ങളുടെ പേര് പറഞ്ഞു എന്ന് തന്നെ പറയാം. ഒട്ടുമിക്ക പേരുടെയും അനു ആ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളിലെയും വളയ്ക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നു. അതായിരുന്നു അനുവിന്റെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗെയിം. ഇപ്പൊ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ RJ ബിൻസി പറഞ്ഞു തരും എന്തായിരുന്നു അനുവിന്റെ ഗെയിം എന്നുള്ളത്. അതായത് അനു അവിടെ ആര്യനെ വളയ്ക്കാൻ നോക്കി, പ്രവീണിനെ വളയ്ക്കാൻ നോക്കി, അനീഷിനെ വളയ്ക്കാൻ നോക്കി. ഇതായിരുന്നു അനുമോളുടെ 100 ദിവസത്തെ ഗെയിം എന്നാണ് RJ ബിൻസി പറയുന്നതനുസരിച്ച്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രവീൺ വന്നപ്പോ ലവ് ട്രാക്ക് പിടിക്കാൻ പ്രവീണിന്റെ അടുത്ത് വാഷ്റൂം ഏരിയയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ റീ എൻട്രിക്ക് വന്നപ്പോഴും നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എടാ നമ്മള് ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയതല്ലേടാ, പക്ഷെ നടന്നില്ലല്ലോടാ. ആ ഒരു സാധനം അനു പറയുന്നുണ്ട്. ആ പ്രവീണോടും അനുവിന് ഇത് തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്, കൊള്ളാലെ കേൾക്കാനായിട്ട്. എന്തായാലും പറയുന്നതിന് ഒരു പരിധി ഉണ്ട് ബിൻസി. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓവറാണ്. ഇപ്പോ നിങ്ങളുമായിട്ട് അപ്പാനിക്ക് എന്തായിരുന്നു ബന്ധം, അപ്പാനി നീ കാരണല്ലേ ബിൻസി ഔട്ട് ആയത് എന്നൊരു ചോദ്യം മാത്രമാണ് അനുമോൾ അവിടെ ചോദിച്ചത്. വേറെ ഒന്നും അനുമോൾ ഈ പ്രത്യേകിച്ചൊന്നും അവിടെ ചോദിക്കാനോ പറയാനോ പോയിട്ടില്ല. പിന്നെ പലരും പറഞ്ഞ കാര്യങ്ങളാണ്, പ്രേക്ഷകർ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഉള്ള ആമ്പിള്ളേരെ പേര് വെച്ച് മുഴുവൻ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമോശമാണ് ബിൻസി. ഇത്രയും മോശപ്പെട്ട വർത്തമാനം പറയാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയെ പല ആമ്പിള്ളേരെ പേരും ചേർത്ത് ഇങ്ങനെ വന്നിരുന്ന് വിളമ്പാനായിട്ട് നാടാവില്ലേ നിങ്ങൾക്ക് എന്ന് എനിക്ക് ചോദിക്കാൻ തന്നെ തോന്നുന്നത് ബിൻസിയുടെ അടുത്ത്. അവിടെ ആര്യനുമായിട്ട് ഒരു ക്രഷ് ആയിരുന്നു, ആര്യനുമായിട്ടായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് നടുക്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിലേക്ക് നടുക്ക് തന്നെ ഇരിക്കണം. അപ്പൊ എന്റെ അപ്പുറത്ത് ഒരു ബ്ലൂ ഡ്രസ് ഇട്ടിട്ട് അനുമോള് വന്നിരുന്നു. അപ്പൊ അതേ കളർ ഡ്രസ് ഇട്ടിട്ട് അവിടെ വന്നിരിക്കാനായിട്ട് ആര്യൻ വഴക്ക് കൂടായിരുന്നു, എന്റെ ഇപ്പുറത്ത് വന്നിരിക്കാൻ അവർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്ന്. അപ്പൊ സത്യത്തിൽ ആര്യനല്ലേ അവിടെ വഴക്കിട്ടത്? ആര്യനല്ലേ സെയിം കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞത്? എങ്കിൽ പിന്നെ അവിടെ അനുമോളാണോ പറഞ്ഞത്? എന്നിട്ട് അതിന്റെ കുറ്റവും അനുമോളുടെ തലയില്. അനുമോൾക്ക് ആര്യനോട് ഒടുക്കത്തെ ക്രഷായിരുന്നു. അനുമോളും ആര്യനും തമ്മിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയുന്നത്. ഇതാണോ ഇത്ര വലിയ സംഭവം എന്ന് പറയുന്നത്? ഒരുപോലത്തെ കളർ ഡ്രസ് ഇട്ടതാണോ ഇത്ര വലിയ സംഭവം എന്ന് പറയുന്നത്? അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും വിളിച്ചു പറയുന്നത്? ഈ ക്രഷിന്റെ കാര്യം നമ്മളും കണ്ടതാണ്. ശൈത്യയുടെ അടുത്ത് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മളും കണ്ടതാണ്. ഇനി എന്തിനാണ് ഈ പശുവും ചത്തും മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും 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 ഇതിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് വരുന്നത്? നാണാവില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ബിൻസി? പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓരോ ഇന്റർവ്യൂവിലും വന്നിട്ട് ആര്യനുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നു, പ്രവീണുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നു. പ്രവീണിന്റെ അടുത്ത് നമുക്കൊരു ലവ് കോംബോ പിടിക്കാമെന്ന് അനുമോള് പറഞ്ഞു. എന്നിട്ട് ലവ് കോംബോ പിടിക്കാൻ നിൽക്കുമ്പോഴേക്കും പ്രവീൺ പിന്നെ ഔട്ടായി. പിന്നെ റീ എൻട്രിയുടെ സമയത്ത് അവിടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അനുമോള് പറഞ്ഞു, തൃശൂ നമ്മൾ ലവ് കോംബോ പിടിക്കാന്ന് വിചാരിച്ചാല് നടന്നില്ലല്ലോടാന്ന്. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അനുമോള് പ്രവീണിന്റെ അടുത്ത് പറഞ്ഞു. അത്ര ഇതിലും വലിയ പൊട്ടത്തരം വേറെ ഉണ്ട് ബിൻസി? അവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അനുമോള് ഈ ടോപ്പിക്ക് അവന്റെ അടുത്തിരുന്ന് സംസാരിച്ചു, പ്രവീണിന്റെ അടുത്തിരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നതിൽ വലിയ പൊട്ടത്തരം വേറെ ഇല്ല. അവിടെ ഒന്നാമത്തെ കാര്യം, ഡ്രസ്സിംഗ് റൂമില് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കയറില്ല. അവിടെ ലേഡീസിന് പോലും അവർ രണ്ടുപേര് അലൗഡ് അല്ലാന്ന് ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കയറണം, ഒരുമിച്ച് കയറാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ എങ്ങനെയാണ് ഡ്രസ്സിംഗ് റൂമില് ആണും പെണ്ണുങ്ങളും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കയറി അവിടെ പോയി ഡ്രസ് ചെയ്തത്? അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പ്രവീണിന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാനായിട്ട് അത്രയ്ക്കും മണ്ടിയാണ് അനുമോള്. ഇനിയിപ്പോ അനുമോള് പ്രവീണും കൂടി അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അത് പറയാനായിട്ട് അത്രയ്ക്കും മണ്ടിയാണ് അനുവെന്ന് ഞങ്ങൾ കരുതുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ അത് വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞോ. എന്താ വെച്ചാൽ ഞാൻ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ പ്രേക്ഷകർ അത്രയും മണ്ടന്മാരല്ല എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ബിൻസി എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയത്.
ഇനിയിപ്പോ നിങ്ങൾ ഇതൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ പ്രവീണിന്റെ അടുത്ത് എല്ലാവരും കൂടി ചോദിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രവീൺ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ടോപ്പിക് സംസാരിച്ചിട്ടില്ല, അനു എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രവീൺ പറഞ്ഞത്. ഇനി അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവീൺ പറയട്ടെ, എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പ്രവീൺ പറയട്ടെ എന്നാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രവീൺ ഔട്ടായ അതേ വീക്ക്, അതായത് ഔട്ടായി പുറത്തിറങ്ങി വന്ന വഴിക്ക് പ്രവീൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും അനുമോളും തമ്മിലുള്ള സീൻസ് മാത്രമേ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ, ഞാൻ ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, അതൊന്നും സ്ക്രീനിൽ വന്നിട്ടില്ല, പലതും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല, അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം അനുവും പ്രവീണും തമ്മിലുള്ള കോംബോ അവരങ്ങനെ സൃഷ്ടിച്ചിട്ട് കൂടിയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവീൺ അത്രയും വിഷമത്തിൽ ആ ഒരു കാര്യം പറഞ്ഞത്, അയ്യോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന മാത്രം എന്താ വന്നത് എന്നുള്ളത്. എങ്കിൽ പിന്നെ അങ്ങനെയാണ് വരാൻ ആഗ്രഹിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ പ്രവീൺ സന്തോഷത്തോടുകൂടി പറയണമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വന്ന സമയത്തും പ്രവീൺ പറഞ്ഞത് അങ്ങനെ ഒരു ടോപ്പിക് ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യമില്ല, അവര് നുണ പറയുന്നതാണ് എന്ന് പ്രവീൺ എടുത്തു പറഞ്ഞ കാര്യമാണ്. വീണ്ടും 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 വന്നിരുന്നിട്ട് ഇന്റർവ്യൂകളിൽ വന്നിരുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ മോശമായി താറടിച്ച് ചിത്രീകരിക്കുന്നതിലൂടെ ഇവിടെ മോശമാവുന്നത് ആരാന്നറിയോ? താൻ തന്നെയാണ്. അതായത് RJ ബിൻസി എന്നറിയപ്പെടുന്ന ബിൻസി തന്നെയാണ്. അല്ലാതെ അനുമോൾക്ക് ഇനി ഒരു ചുക്കും വരാനില്ല. കാരണം അവിടെ അനുമോള് വിന്നർ ആവുകയും ചെയ്തു, കപ്പടിക്കുകയും ചെയ്തു, ലക്ഷങ്ങൾ കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അനുമോള് ബിസിയാണ്. നിങ്ങൾക്ക് എന്തുണ്ട് 2 ഇന്റർവ്യൂയോ? ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഈ തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ, കാണുന്ന പ്രേക്ഷകരും കേൾക്കുന്ന പ്രേക്ഷകരും മുഴുവൻ ഇത് വിശ്വസിക്കുന്നത് തോന്നുന്നുണ്ടോ? നിങ്ങളെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് നമ്മൾ പൊട്ടന്മാരല്ല. കാരണം ബിഗ് ബോസിനുള്ളിൽ വെറും 2 ആഴ്ചയാണ് ബിൻസി അവിടെ നിന്നിട്ടുള്ളത്. ഈ 2 ആഴ്ച കൊണ്ട് ഞാനെന്തോ മല മറിച്ചു എന്നും ഞങ്ങൾക്കറിയാത്ത ഒന്നുമില്ല, എനിക്കെല്ലാം അറിയാമെന്നും വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പറയുന്ന ബിൻസി കഷ്ടമല്ലേ? ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ ഞങ്ങളല്ലേ ഈ എപ്പിസോഡ് 100 ദിവസം കണ്ടത്. ഈ വെറും 15 ദിവസം നിന്നാ നിനക്കാണോ ഈ ബാക്കിയുള്ള ദിവസങ്ങൾ 75 ദിവസം നിന്നേക്കാൾ കൂടുതൽ ഈ ലൈവ് മുഴുവൻ കണ്ട ഞങ്ങൾക്കാണോ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്? അപ്പൊ പറയുമ്പോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. പിന്നെ അനീഷിന്റെ വിഷയം കാണുന്ന പ്രേക്ഷകർ പോലും അത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല. കാരണം അതൊരു കോമഡിയാണ് അനുമോളും അനീഷും തമ്മിലുള്ളതെന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒട്ടുമിക്ക പേർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കോംബോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു ക്രഷ് ഉണ്ട് എന്ന് അനുമോളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഷാനവാസും അനുമോളും ഇവരെല്ലാവരും കൂടിയിട്ട് കളിയാക്കിക്കൊണ്ട് തമാശ രീതിയിൽ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അവസാനം അത് അനുവിന്റെ തലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അനു അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അനീഷിന്റെ മനസ്സിലാക്കുന്നത്. ഒരു പെൺകുട്ടി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോഴേക്കും, ഒരു പെൺകുട്ടി ഇങ്ങനെ ഫ്ലൈങ് കിസ് കാണിക്കുമ്പോഴേക്കും അങ്ങനെ അലിഞ്ഞു പോകുന്ന അനീഷേട്ടനെ പിന്നെ എന്താ ചെയ്യേണ്ടത്? എങ്കിൽ പിന്നെ റോഡിൽ നിന്നിട്ട് ഏതെങ്കിലും പെമ്പിളേരുതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അനീഷേട്ട അവരെ പിന്നാലെ പോവായിരുന്നു. അപ്പൊ അത്രേ ഉള്ളായിരുന്നോ അനീഷ്? അത് അനീഷിന്റെ വെറും നാടകമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ നൂറേരെ പിറന്നാളായിരുന്നില്ലേ, നൂറയെ വിഷ് ചെയ്തോ എന്ന് ചോദിച്ച സമയത്ത് അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, ഞാനതൊക്കെ എന്റെ ഫ്രണ്ട്ഷിപ്പും ആ ബന്ധങ്ങളൊക്കെ ഞാനിങ്ങനെ രഹസ്യമാക്കി വെക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിങ്ങനെ പബ്ലിക്കിൽ പറയാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് അനീഷ് അവിടെ മറുപടി പറയുന്നുണ്ടായിരുന്നു. ഇതിൽ പരം ഫേക്ക് മറുപടി വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പെൺകുട്ടിയുടെ അടുത്ത് പ്രണയം തോന്നിയത് വെറും 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കുക, വെറും കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സമയത്ത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് ഇതേപോലെ വിളിച്ചു പറഞ്ഞ ആളാണ് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ആ ബന്ധങ്ങളൊക്കെ ഞാൻ രഹസ്യമാക്കിയിട്ട് സൂക്ഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. എങ്കിൽ എന്തുകൊണ്ട് ഈ പ്രണയം രഹസ്യമാക്കി വെച്ച് പുറത്തിറങ്ങിയതിനു ശേഷം അനീഷ് പറഞ്ഞില്ല? അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫേക്ക് ആയിട്ടുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്നത്. അപ്പോ ഒരാളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, ഒരാളെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും എന്നാണ് എനിക്ക് ബിൻസിയുടെ അടുത്ത് പറയാനുള്ളത്. ഇവിടെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന തോന്നിയാസങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന പ്രേക്ഷകർ ഇതെല്ലാം വിശ്വസിക്കാൻ വേണ്ടി ഇരിക്കല്ല എന്റെ പൊന്നു ബിൻസി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നാറുകയാണ് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ ബിൻസിയുടെ അടുത്ത് പറയാനുള്ളത്. നീ ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് എന്തൊക്കെ ഇരുന്നിരുന്ന് പറഞ്ഞാലും സ്വയം നാറുക, നിന്റെ തന്നെ കൾച്ചർ ഇല്ലാതാവുക, അതായത് സ്വന്തം ക്യാരക്ടർ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്രേ പറയാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇങ്ങനെ തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് മോശമായിട്ട് അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുറത്തിറങ്ങിയ ശേഷം സംസാരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് നിങ്ങളും അവളും തമ്മിലുള്ള വ്യത്യാസം. നീ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊന്നും റീ എൻട്രിയിൽ വന്നിട്ടല്ല അനുമോളെ വിജയിപ്പിച്ചത്, അനുമോൾ ഓൾറെഡി ജയിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു, അനുമോൾക്ക് ഭയങ്കര വോട്ടും ഭയങ്കര PR വർക്കും ആയിരുന്നു, PR ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് ജയിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അനുമോള് തന്നെ ജയിക്കുള്ളായിരുന്നു എന്നൊക്കെ നീ ഡയലോഗ് ഇടുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നു മോളെ, നിങ്ങൾ റീ എൻട്രിയിൽ വന്ന് കാണിച്ചു കൂട്ടിയ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അനുമോള് ജയിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അനുമോള് അവിടെ ജയിക്കില്ലായിരുന്നു, അത് അനീഷായിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. അവിടെ ഉണ്ടായ സിമ്പതി വോട്ടും അനുമോളുടെ നിങ്ങളിട്ട് അവിടെ കോർണർ ചെയ്ത് ഈ
ഇല്ലാണ്ടാക്കുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അനുമോള് വിന്നറായതെന്ന് പ്രേക്ഷകർക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അനുമോൾക്ക് നല്ല വോട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ അനുമോൾക്ക് വോട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നിട്ട് നിങ്ങൾ പറയും PR കൊണ്ടാണ് ജയിച്ചതെന്ന്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് വ്യക്തതയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിട്ട് അവിടെ ഇരുന്ന് തോന്നിയത് വിളിച്ചു പറയാൻ മാത്രം അറിയാം. ഇപ്പൊ മറ്റൊരാളും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് മറ്റു പലതും വിളിച്ചു പറയുന്നുണ്ട്. ഫുൾ ടൈം കരച്ചിലും അഭിനയവും എക്സ്പ്രഷൻ ഇഷ്ടം നടക്കുന്ന ഒരു എക്സ്പ്രഷൻ ക്യൂർ ആണ് അവര് കരയുവാണോ, അവർ ഒറിജിനലി ചിരിക്കുവാണോ, അനുമോളെ മനസ്സിലാക്കാനേ പറ്റില്ല. അനുമോള് ജീവിക്കുന്നതും നടക്കുന്നതും ശ്വസിക്കുന്നതും എല്ലാം ഒരു അഭിനേത്രിയായിട്ടാണെന്നാണ് എന്റെ ഒരു കണ്ടത്. 100 days ഫേക്ക് കളിച്ച് അഭിനയിക്കാനുള്ള അവരുടെ വിൽ പവർ അതിന് ചിലപ്പോൾ കൊടുത്ത കപ്പായിരിക്കും ഏഷ്യനെറ്റ്. എന്റെ പൊന്നു വിറ്റുകളൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? ഇതിന് കുശുമ്പോ അസൂയ, ഇതിനെന്താണ് അസുഖം എനിക്ക് മനസ്സിലാവുന്നേയില്ല. PR ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 95 ദിവസം നിന്നേനെന്നൊക്കെയാണ് ശാരികയോട് പറയുന്നത്. അവിടെ നിന്ന് അത്രയും ദിവസങ്ങളിൽ എന്ത് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്ന് ശാരിക? ഒരു നല്ല കണ്ടന്റ് പറഞ്ഞു തരാൻ പറ്റുമോ? അവിടെ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നതല്ലാതെ ശാരികയ്ക്ക് സ്വന്തമായിട്ട് അവിടെ എന്ത് കണ്ടന്റ് പ്രേക്ഷകർ ഓർത്തിരിക്കാൻ സാധിക്കുന്ന എന്ത് കണ്ടന്റ് നല്ലതാണെന്നില്ല, ചീത്തയായാലും പോലും പ്രശ്നമില്ല. നെഗറ്റീവ് കണ്ടന്റ് ആയാലും കുഴപ്പമില്ല, പോസിറ്റീവ് കണ്ടന്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു കണ്ടന്റ് ഇപ്പൊ എടുത്തു പറയാനായിട്ട് ശാരികയെ പറയാനായിട്ട് സാധിക്കും? ഞങ്ങൾ കണ്ടിട്ടുള്ളത് ആകപ്പാട് കൂടിയ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ശാരികയാണ് ഇത് വന്നിരുന്ന് പറയുന്നത് PR ഉണ്ടെങ്കിൽ ഞാൻ 90-95 days അവിടെ നിന്നേനെ, അനുമോള് ഭയങ്കര സംഭവമാണ്, അതാണ് ഇതാണ് കുന്താണ് കുടച്ചക്രാണ് എന്നൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചു പറയാനായിട്ട് നിൽക്കുന്നത്. ഇതിനെയൊക്കെ തന്നെയാണ് പറയുന്നത് അസൂയ, കുശുമ്പ് എന്നുള്ളത്. അല്ലാതെ അനുമോൾ അവിടെ 100 ദിവസം അഭിനയിച്ചാണ് നിന്നത് എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും കാര്യമായി ഗെയിം കളിച്ചിട്ടുണ്ടോ നിന്ന ദിവസങ്ങളിൽ? ഇല്ലല്ലോ. ഇനി 100 ദിവസം അനുമോൾ അവിടെ അഭിനയിച്ചാണ് നിന്നെങ്കിൽ അത് അനുമോളുടെ കഴിവായിട്ട് നിങ്ങൾ കാണേണ്ടി വരും. കാരണം ആ 100 ദിവസം അഭിനയിച്ച് അവിടെ നിന്ന് അതിന്റെ കപ്പ് നേടിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളുടെ കഴിവാണ്. ആ കഴിവ് നിങ്ങൾക്ക് ഇല്ലാതെ പോയില്ലേ? അപ്പോ അനുമോളുടെ ആ കഴിവിനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ മക്കളെ. അപ്പൊ പിന്നെ അനുമോൾക്ക് കഴിവില്ല എന്നോ അനുമോൾക്ക് യോഗ്യതയില്ല എന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. 100 ദിവസം അഭിനയിച്ച് ഇത്രയും കരച്ചിലും പിരിച്ചിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ അഭിനയിച്ച് അവിടെ നിന്നു എന്നല്ല നിങ്ങൾ പറയുന്നത്. ഇതെല്ലാം അഭിനയിച്ചുകൊണ്ട് അനുമോൾക്ക് അവിടെ 100 ദിവസം നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കപ്പ് അനുമോൾക്കുള്ളതിന് അങ്ങനെയെങ്കിലും അനുമോൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നൂറ ആദിലയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ അനുമോള് എന്താണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ വെച്ചിട്ടുള്ളതെന്ന്. കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രോഗ്രാമില് കോഴിക്കോട് വെച്ചിട്ട് അനുവും ആദിലയും നൂറയും ഒക്കെ കണ്ടുമുട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ പഴയ ഫ്രണ്ട്ഷിപ്പ് അത്ര പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു കാര്യമല്ല. അനു അവിടെ ഷെയ്ക്കൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് ആദിലയ്ക്കും നൂറയ്ക്കും. ഒരു ഷെയ്ക്കൻഡിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവിടെ നിന്ന് ഹഗ് ചെയ്യ പോലും ചെയ്യാതെ ആ ഒരു കണ്ട സന്തോഷം പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഉള്ളിലുള്ള വിഷമവും ദേഷ്യവും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്തുമേക്ക് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് അവർ രണ്ടു കൂട്ടരെയും കണ്ട സമയത്ത് തോന്നിയത്. ഉള്ളിൽ അത്രയും വിഷമങ്ങളും പ്രശ്നങ്ങളും നിൽക്കുന്ന സമയത്ത് അത്ര പെട്ടെന്ന് അവർക്ക് ഒന്നിക്കാനൊന്നും സാധിക്കില്ല. ഇനി ഭാവിയിൽ ഒന്നിക്കുമോ എന്ന് എനിക്കറിയില്ല. ഒന്നിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം അത്രയും പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് യോജിക്കാനും സന്തോഷത്തോടു കൂടി ഒരുമിച്ചാവാനും സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫാമിലിയൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതും കൂടി അറിയുന്ന സമയത്ത് അനുമോൾക്ക് അത് ഒരുപാട് ഹെർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പോലെ ആ ബന്ധം വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പഴയ പോലെ പട്ടാ ഗേൾസ് ആവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ പോയാലും അത് ഒന്നാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാവണമെന്ന് ഉള്ള ആഗ്രഹവും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം പിന്നിൽ നിന്ന് കുത്തുന്നവരെയും ചതിക്കുന്നവരെയും പിന്നീട് നമ്മൾ ലൈഫിൽ കൂടെ കൂട്ടുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഷാനവാസുമായിട്ടുള്ള ബന്ധവും ഇവര് ഷാനവാസുക്കാൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയും ഞങ്ങളൊക്കെ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടായിരുന്നു. ആ സമയത്ത് തോന്നിയത് ഷാനവാസിനെയൊക്കെ നിങ്ങൾ എത്ര മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയും കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ പാവം ഷാനവാസിനെ നിങ്ങൾ എന്താണ് അവസാനം റീ എൻട്രി വന്ന സമയത്ത് അമ്മായി എന്ന് വരെ വിളിച്ച് നിങ്ങൾ ആ പാവത്തിനെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങളെ സ്വന്തം പെങ്ങന്മാരെ പോലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച ആ ഒരു മനുഷ്യനെ നിങ്ങൾ അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആദില കയറിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ചു. എന്നിട്ടും ആ മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും 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 ഓരോ കാര്യങ്ങൾക്കായിട്ട് വന്നു, നിങ്ങളുമായിട്ട് ഒത്തുചേർന്നു. അവസാനം വരെ നിങ്ങൾക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ ചെയ്തത് ഒരിക്കലും
ഒരിക്കലും ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഈ പറയുന്ന രണ്ടുപേരുടെ അടുത്തും ഇനിയും യോജിക്കുക എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം, ഷാനവാസിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത്ര എളുപ്പത്തിലാവില്ല. ഇനിയിപ്പോ ജസ്റ്റ് ഹായ് ബൈ അല്ലെങ്കിൽ ഒന്ന് സൗഹൃദം അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മുൻപുണ്ടായിരുന്ന പോലത്തെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഷാനവാസിനെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ സാധിക്കില്ല. കാരണം ചതിച്ചതും പുറകിൽ നിന്ന് കുത്തിയതും മോശമായി സംസാരിച്ചതും ഒക്കെ ഓർമ്മ വരുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി ആ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാകാം ആദില നൂറെ അത് ചെയ്തത്. പക്ഷെ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും വരുന്ന സമയത്ത് അവിടെ ഒരു പരിധി ഉണ്ടായിരുന്നു എല്ലാത്തിനും. അതിന്റെ ഒക്കെ അതിരുകൾ ഭേദിച്ചുകൊണ്ടാണ് ഇവര് പല കാര്യങ്ങളും ചെയ്തതും പറഞ്ഞതും. അതുകൊണ്ട് തന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം, ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത്. എന്തായാലും ബിഗ് ബോസ് അവസാനിച്ചു. പക്ഷെ ബിഗ് ബോസിന്റെ ഓരോ കണ്ടന്റുകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് സംസാരിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഓരോരോ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത്.